ഇത് കണ്ടു കേട്ടോ, എങ്ങനെയുണ്ട്? കരിങ്കല്ലാണ്. അപ്പോൾ ഇതാണ് വിജയവാഡ ബസ് സ്റ്റാൻഡ്. ഇവിടെ നമുക്ക് പോകേണ്ട ഉണ്ടവല്ലിയിലേക്കാണ്. ഉണ്ടവല്ലി, അവിടെ ഒരു അമ്പലമുണ്ട്, ഉണ്ടവല്ലി കോവിൽ. രസമുള്ള അമ്പലമാണ്. അവിടേക്ക് ബസ് നോക്കണം, എവിടെ കിട്ടുകയെന്ന് അറിയില്ല. ഇനി ഇവിടെ മൊത്തം അന്വേഷിക്കേണ്ടി വരും. ഇവിടെ കണ്ടക്ടർമാരോട് ചോദിക്കണം ഉണ്ടവല്ലി ബസ് കിതറേന്ന്. തൊപ്പിയും കുപ്പി വെള്ളവും ഇതൊക്കെയുണ്ട്. ബസ്സൊക്കെ കളറൊക്കെ ഡിഫറൻ്റാണ്. ഗവൺമെൻറ് ബസ്സാന്ന് തോന്നുന്നു, അതൊക്കെ പ്രൈവറ്റിലാന്ന് തോന്നുന്നു. അതാണ് വിളിച്ച് പോകുന്നില്ല ഇന്ന സ്ഥലത്തേക്കാന്ന് പറഞ്ഞിട്ട്. കർണാടക, ആന്ധ്ര അല്ല, ഭാഷ വേറെ അല്ല, അതെന്നിട്ട് അറിയില്ല. ഒക്കെ ഭിക്ഷാടനാണ് ഇവിടെ, നമുക്ക് നടക്കാനേ പറ്റുന്നില്ല. കഷ്ടം തന്നെ. വേറൊരു ബസ് സ്റ്റാൻഡിൽ കിടന്നുണ്ട്. ആകെ ജാജിക്കില്ല. എന്നോട് അടുത്തേക്ക് അധികം ആർക്കും വരാറില്ല, എന്നാലും വരുന്നുണ്ട്. ഉണ്ടവല്ലിക്കുള്ള ബസ് പുറത്താന്ന് പറഞ്ഞത്, ഉള്ളിലേക്ക് വരില്ല. വിജയവാഡ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് പോയാലാണ് ഉണ്ടവല്ലിക്കുള്ള ബസ് കിട്ടുക. അതിൽ കുറച്ച് ലോക്കൽ ബസ്സുകൾ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ആവും ഉണ്ടവല്ലിക്ക് പോകുന്ന ബസ്സുകൾ. നോക്കാം, കണ്ടുപിടിക്കാം. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് ഉണ്ടവല്ലി ഉള്ളത്. അവിടെ 43, 42. എന്നോട് അവിടെ ഒന്നോടാൻ പറഞ്ഞു. പുറത്തല്ല, ഉള്ളിലാണ്. 43 ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു. വേറെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെയെന്ന് പറഞ്ഞു. ഭാഷ അറിയാത്ത കാരണം ആകെ തെറ്റല്ല. എന്നാലും നേരം നാട്ടിൽ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, പറഞ്ഞു തരുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അത് ഇവിടെ ആയിട്ട് വരും ഉണ്ടവല്ലി ബസ്. 1, 2, 41, 42 കിടക്കുന്നുണ്ട്. 43 ഇവിടെ വരും. ഇവിടെ വരും ഉണ്ടവല്ലി. ബസ്സിൽ കയറിയിട്ടാ ഉണ്ടവല്ലിക്കുള്ള ബസ് കിട്ടി. സൂപ്പർ ബസ്സാണ്. 1, 2 സീറ്റൊക്കെ ഉള്ള അടിപൊളി ബസ്. പിന്നെ ഉണ്ടവല്ലിയിൽ ഇറങ്ങണം, ആണ് മെയിൻ പരിപാടി. ഇപ്പം നമ്മളൊരു ഗ്രാമത്തിലിറങ്ങി. ഉണ്ടവല്ലി എന്ന ഗ്രാമം നൈസ് ഏരിയകളാണ്. വെച്ചാൽ വല്ലാണ്ട് ബസ്സൊന്നുമില്ല, കുറവാണ്. ഇങ്ങനത്തെ ഓട്ടോറിക്ഷ ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഷെയർ റിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് 20 രൂപ 10 രൂപ ഒക്കെ റേറ്റ് വരും. അത് നോക്കി കയറണം. അങ്ങനത്തെ ഓട്ടോറിക്ഷ നോക്കിയിട്ട് കയറണം. അപ്പോൾ അധികം ബഡ്ജറ്റൊന്നും വരില്ല. ഇതൊക്കെ ആന്ധ്രയിലെ ഉൾഗ്രാമം എന്ന് പറയാം. വേറെ ഉൾഗ്രാമമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിടി കിട്ടും. ഇത് കുറച്ച് ടൗൺ ഏരിയ ആണ്. നമ്മൾ അങ്ങനെ നടക്കുന്നത്. ഫുഡും എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട്, ചായ ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയാം, ഇപ്പോൾ ഏത് നാടെന്ന് ചോദിക്കുമ്പോൾ കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നവർക്കുണ്ട് ഭയങ്കര സന്തോഷമുള്ള പോലെ തോന്നുന്നു. ഇത് പശുത്തൊഴുത്താണ്. അത് നമ്മൾ പുതിയ പയ്യൻ പരിചയപ്പെട്ടാണ് ഞാൻ ചോദിച്ചത് ഇവിടെ നാടിനൊക്കെ. ഉണ്ടവല്ലിക്ക് ഇധർ സെ സ്ട്രൈറ്റ് റോഡ്. ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ പശുത്തൊഴുത്തായിട്ട് കാണുന്നു. ചെറിയൊരു ഓല മേഞ്ഞിട്ട്. വീടൊക്കെ നോക്കിയാൽ പനമ്പട്ട വീട്. നമ്മളെ ചെല്ലച്ചാട്ടൻ്റെ ചായക്കട എന്നൊക്കെ പറയണ പോലെ. വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല രസമുള്ള വീടിനോടെ കാണുന്നത് കേട്ടോ. ചേച്ചി നിൽക്കുന്നുണ്ട് അതേപോലെ. ഫുള്ളും നല്ല ഡെവലപ്പ് വീടുകളൊക്കെ ഉണ്ട്, വാർപ്പ് വീട് ഇതൊക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ട് ഓല വീടുകൾ കുറേ ഉണ്ട്. ഇതൊക്കെ നിറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ക്ഷേത്രം കാണാൻ ഒരു കേവാണ്, പാറയുടെ ഉള്ളിൽ. രസമുണ്ട് കാണാം. ബസ്സുകൾ നന്നായി ഓർമ്മയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ബസ്സിൽ കയറാൻ നിന്നില്ല നാട്. അപ്പം നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. അവിടെ കണ്ട ഒരു കേവ്, സൂപ്പർ കേവാണ്. അപ്പം ഈ കേവ് കാണാൻ വന്ന് ഞാൻ, ഉണ്ടവല്ലി കേവ്. നമുക്ക് കേവിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം. അടിപൊളി കേവാണ്. അപ്പോൾ കുറച്ച് നടന്നു, ഒന്ന് ചുറ്റിച്ചു. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല മഞ്ഞ്, നല്ല കാറ്റും മഴ. ഇവിടുത്തെ കടകളൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. ഇപ്പോൾ കയറാൻ എങ്ങനെയാണാവോ, ടിക്കറ്റ് ഉണ്ടാണാവോ. ആ ഗേറ്റിൽ കൂടെ വഴിയില്ല. അവിടെ എന്തോ ഫോട്ടോസ് എന്തോ കാണുന്നുണ്ട്. അതിലൂടെ കയറാൻ തോന്നുന്നു, ബാത്റൂമാന്ന് തോന്നുന്നു. ടിക്കറ്റ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഇവിടെ ബസ് കണ്ടില്ലേ, ഒരു ടെറർ ലുക്കാണ്. അവിടെ ഒരു ബോർഡ് ഉണ്ട്, ഉണ്ടവല്ലി 1 കിലോമീറ്റർ. അതൊരു ടൗണാണ്, ജംഗ്ഷനാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നത്. അപ്പം മാപ്പിൽ കണ്ടില്ല. പിന്നെ ബസ് ഇവിടെ നിർത്തിയില്ല, അതുണ്ടായത്. കാണുമ്പോൾ രസമായിട്ട് കാണാൻ. അപ്പോൾ ബസ് ഇവിടെ സ്റ്റോപ്പിലാണ്ട് അപ്പുറത്തെ സ്റ്റോപ്പിലാണ് നിർത്തിയത്.
അത് കാരണം വഴി ചുറ്റി, അല്ലെങ്കിൽ ചുറ്റിയായിരുന്നില്ല. ഇപ്പോൾ കാണാൻ അടിപൊളിയാണ്. കുറേ സ്വാമിമാരാണ് വന്നുള്ളത് കാണാനായിട്ടൊക്കെ. അവിടെ കാണിച്ചു തരാം. നോട്ട് അലോഡിന് എഴുതിയുണ്ട്. ഫുഡ് ആൻഡ് അലോഡില്ല. ടിക്കറ്റ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ടിക്കറ്റ് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. അണ്ണ ടിക്കറ്റ് 25. കുരങ്ങന്മാരൊരു പാട്ട വന്ന് ഇറങ്ങി വന്ന് മലയുടെ മേലെ നിന്ന് ഈ സൈഡിലേക്ക് കാറ്റാണ്. മേലേക്ക് പോകാനൊക്കെ പറ്റും, പക്ഷെ കുരങ്ങന്മാരെ ശല്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് എൻട്രൻസിലേക്ക് കയറണമെങ്കിൽ ഒരു 25 രൂപ ടിക്കറ്റ് ഉണ്ട്. ഇതാ കണ്ടോ, ടിക്കറ്റ് എടുത്തു, സ്കാനിങ്. പിന്നെ ഓൺലൈൻ വഴിയൊക്കെ ബുക്ക് ചെയ്യാനൊക്കെ പറ്റും, ഗൂഗിൾ പേ വഴി പറ്റുമോ അതെന്ന് എനിക്ക് ഫോണിൽ അറിയില്ല. അത് കാരണം ഞാൻ ഒന്നുമില്ല, ക്യാഷ് കൊടുത്തു. ചില്ലറുണ്ടായിരുന്നില്ല. അപ്പോൾ 25 രൂപ. ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയതാണ്. അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ മൈൻഡിൽ കത്തിയത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടു കളഞ്ഞേക്കാം. അങ്ങനെ ഞാൻ വിജയവാഡയിലേക്ക് വരികയാണ് ചെയ്തത്. നടന്ന് വയ്യാണ്ടായി. പട്ടി കയറ കാലിൻ്റെ ഒരു ഭാഗമില്ല, ഭയങ്കര വേദന. വാ, ഇതാണ് ആ കേവ്. ഇതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിച്ച് വവ്വാലിൻ്റെ മണമാണ്. മല തുരന്നേക്കാണ്. അയ്യോ, ഇവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ടല്ലേ. സംഭവം രസമുണ്ട് നടക്കാൻ. ഇവിടേക്ക് പോയേക്കാം. ഇവിടെ എന്താ വവ്വാലിനെ പൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ വവ്വാലെന്തോ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ വവ്വാലുണ്ട്. അതിന് കൂടാൻ തോന്നുന്നു. കല്ല് നല്ലതാണോ? ഉള്ളിയോണ്ട് പറ്റിക്കില്ല. വവ്വാലാണോ? ജസ്റ്റിൻ്റെ മേലേക്കൊന്ന് കയറി. ഇവിടെയും ചെറിയ അറകളൊക്കെ ഉണ്ട്. അടിയിലെ വ്യൂ പോയിൻ്റാണ്. നോക്കി നോക്കാം. ഇവിടെ എന്താ ചെറിയൊരു റൂമാണ്. മറച്ചുണ്ട്. കുറേ തേച്ച് പുതിയ പണികളൊക്കെ ഉണ്ട്. തേച്ച് ഒപ്പാക്കിയുണ്ട്. കാര്യങ്ങളൊക്കെ പൊട്ടിക്കാം. അയ്യോ, ഇവിടെ കുറേ ശില്പങ്ങളുണ്ട്. ഗണപതി, ഒരുപാട് ശില്പവർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അണ്ടർഗ്രൗണ്ട്. കുരങ്ങന്മാർ ശല്യൻ്റെ ഉള്ളിൽ. സ്റ്റെപ്പ് ഒരു ഉള്ളിൽ പോവാം. യോ ഇല്ലേ, നോ എൻട്രി, പ്രവേശനമില്ല. ഇതൊക്കെ നോക്കി പുതിയതാണ്. എന്താ പൂജയ്ക്കുള്ളവരൊക്കെ ഉണ്ട്. നമ്മൾ കയറി വന്ന വഴി
ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കൊത്തുപണികളൊക്കെ ഉണ്ട് ഇവിടെ. ഈ കേവിൻ്റെ മെയിൻ സംഭവം അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൊണ്ട് പോകാൻ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ ദൈവമേ, എന്താ ഇരുട്ടാണ്. എങ്ങനെയാവില്ല കൊത്തി കിട്ടുക. ഇത് കോൺക്രീറ്റാണ്, പുതിയ കോൺക്രീറ്റാണ്. ഇത് മല പൊളിഞ്ഞ് വീണ് തോന്നുന്നുണ്ട് പകുതിക്ക്. അപ്പോൾ കോൺക്രീറ്റ് കണ്ടില്ലേ. ഞാൻ അവിടേക്ക് പോവാം. ഇവിടെ ഒരു പത്മനാഭസ്വാമിയുടെ ഒരു വലിയൊരു ശില്പമുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ കേട്ടോ, എങ്ങനെയുണ്ട്? കരിങ്കല്ലാണ്. ഇതാ മല കൊത്തി വെച്ചുള്ളതാണ് കരിങ്കല്ല്. സീലിങ്ങൊക്കെ കരിങ്കല്ലാണ്. ഇവിടെ കണ്ട് വേറൊരു ശില്പം. ഈ ഒരു ശില്പം കണ്ടപ്പോഴാണ് ഞാൻ വേഗം നോട്ടിട്ടത്. ഉണ്ടംവെല്ലി കേവ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഇന്നാണത് നടന്നത്. എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നോക്കിയാൽ വേറെ ശില്പത്തിൽ ഫോണിൽ ഒതുങ്ങില്ല നമുക്ക്. ഫുള്ള് വർക്ക് തന്നെയാണ്. ഒരുപാട് പിള്ളേർ കാണാൻ തുടങ്ങിയല്ലോ, ഓടിക്കളിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇറങ്ങായി. ചെറിയ കേവാണ്, അത്ര വലിയതൊന്നുമല്ല, എന്നാലും ഭയങ്കര അട്രാക്റ്റീവാണ്. രസമൊന്ന് കാണാൻ. തിരിച്ചിങ്ങനെ എങ്ങനെ ഇറങ്ങുക? ആനയൊക്കെയാണ് അവിടെ കൊത്തിവെച്ചുള്ളത്. എല്ലാവരും അവിടെ കയറുന്ന ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവം ഉണ്ട്. എത്ര എടുത്താലും മതി വരില്ല. അതിൻ്റെ ഉള്ളിൽ എടുക്കാനുള്ള സ്ഥലമില്ല, സൗകര്യമില്ല. കുറച്ചൊക്കെ ഫോട്ടോ ഞാൻ എടുത്തു, എന്നാലും ഫോട്ടോ എടുക്കുമ്പോൾ ഡാർക്കാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ നിന്നില്ലെങ്കിൽ നല്ലൊരു ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എടുത്തു തരും. ലുക്ക് നോക്കിയേ, എന്താ അവിടെ നിന്ന് തിരുപ്പതിന് മേടിച്ച പഴമാണ്. ബാഗിട്ട് ചതഞ്ഞു പോയി. കുറച്ച് നല്ലതുണ്ട്. അയ്യോ, പിന്നെ അത് കളഞ്ഞിട്ട് നല്ല തിന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ കഷ്ടി 1 കിലോമീറ്റർ നടന്നു ഉണ്ടവല്ലി ജംഗ്ഷനിലേക്ക്. ഇവിടെ നിന്നാണ് മെയിനായിട്ടുള്ള ബസ് കിട്ടുള്ളൂ, അതായത് സ്റ്റാൻഡിലേക്ക് പോകാനുള്ളത്. മറ്റേ പോകുമ്പോൾ വേറെ പല വഴിക്ക് തിരിയും. അപ്പോൾ നമ്മൾ ഭാഷ അറിയില്ല എന്ന് വെച്ചൊന്നും അറിയില്ല. അപ്പോൾ മെയിൻ സെൻറ്ററിലേക്ക് ഇറങ്ങി ഇവിടെ ചോദിക്കാം ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് വരുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തരും. അപ്പോൾ ഇത് സൗകര്യം. അപ്പോൾ കുറച്ച് നടന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ പോവാം. പച്ചക്കറി മാർക്കറ്റാന്ന് തോന്നുന്നു. കോളിഫ്ലവർ, പപ്പക്കിഴങ്ങ്, മുളക്, എന്തൊക്കെയൊരു കായകളൊക്കെ ഉണ്ട്. മെയിൻ സെൻറ്ററായി ബാർബർ ഷോപ്പ്, ഫുഡൊക്കെയാണ് മെയിനായിട്ട്. ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ആയിട്ട് ലോഡ്ജുകൾ. ഇവിടെ ശിവരാജകുമാറിൻ്റെ സിനിമ റിലീസായിട്ടുണ്ട്, ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഏതാണോ പടം അറിയില്ല, നല്ല കിടക്കാച്ചി പടം തന്നെ ആവും. ഞാൻ ശിവരാജകുമാറിൻ്റെ ഒരു ഫാൻസാണ്. മൂപ്പര് പടങ്ങളൊക്കെ അടിപൊളി പടമാണ്. പിന്നെ ഒരു ടെറർ ലുക്കുമാണ്. അവിടെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം നമ്മൾ ടൗൺ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പം പിന്നെ ഇവിടെ നിന്ന് വിജയവാഡ ഭാഗത്തേക്കുള്ള ബസ് കിട്ടും. അങ്ങനെ ഒരു സെൻട്രൽ ഭാഗം എത്തി. കണ്ടില്ലേ, വലിയൊരു ടൗണാണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടും നമുക്കുള്ള വിജയവാഡയ്ക്കുള്ള ബസ്. ഇവിടെ ചോദിച്ചു നോക്കാം, പോലീസുകാരെ കൊണ്ട് ചോദിച്ചു നോക്കണം എങ്ങനെ പോകണ്ടേന്ന്. നമ്മളൊന്ന് ഓട്ടോറിക്ഷ കാണുന്നത്. ഇതിൽ വന്നത് ബസ്സൊന്നും കിട്ടിയില്ല, ഓട്ടോറിക്ഷ കിട്ടിയത്. ഫുള്ള് ഓട്ടോ പേട്ടൊന്നും